ആദ്യമായി തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി കണക്കിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് ബ്ലസ്സി. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷിയാണ്. എനിക്ക് BCom 3rd സെമ്മിൽ ഒരു സപ്ലി ഉണ്ടായിരുന്നു, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. എനിക്ക് ആ വിഷയത്തിന് 2 തവണ സപ്ലി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ 6th സെമ്മിൽ സപ്ലി വന്നൊരു വിഷയമായിരുന്നു ഓഡിറ്റിങ്. ഈ 2 വിഷയവും എനിക്ക് നല്ല പ്രയാസമായിരുന്നു. അങ്ങനെ ഞാൻ ഈ 2 വിഷയവും ഉടമ്പടി നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് അവിടുത്തെ തിരുക്കുമാരനോട് പറഞ്ഞ് ഈ 2 വിഷയത്തിന് എന്നെ പാസ്സാക്കി തന്നു. പിന്നെ എനിക്കുണ്ടായ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അവർക്ക് മെഴുകുതിരിയിൽ ഇങ്ങനെ മാതാവിൻ്റെ രൂപം, അതുപോലെ ഈ തീയിൽ ഇങ്ങനെ തിരുഹൃദയം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചു, മാതാവേ എല്ലാവർക്കും ഇങ്ങനെ തന്നില്ലേ, എനിക്കിവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം തരുമോ എന്ന് ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ ഇങ്ങനെ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മെഴുകുതിരിയിൽ, എൻ്റെ തീയിലും എനിക്ക് എൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപം വന്നിട്ടുണ്ട്. ഇതാണത്. പിന്നെ അതുപോലെ എക്സാം ഹാളിൽ പോകുന്ന സമയത്താണെങ്കിലും എല്ലാം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടു പോകും. അതുപോലെ കാശ് രൂപം ഞാൻ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ ഉടമ്പടി തൈലം, ഉപ്പ് ഞാൻ ആരും കാണാതെ എൻ്റെ എക്സാം ഷീറ്റിനകത്ത് അതിനകത്ത് ഞാനിങ്ങനെ വിതറാറുണ്ട്. അതുപോലെ തൈലവും ഞാൻ ആരും കാണാതെ ഇതെല്ലാം കരുതിക്കൊണ്ടുപോയി പെരട്ടാറുണ്ട്. പിന്നെ അതുപോലെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചാൽ, ഇതും ഞാൻ സാക്ഷ്യത്തിൽ കേട്ട് പ്രാർത്ഥിച്ചതാണ്. ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ നീല കളറ്, ഗ്രേ കളറ് ഇതൊക്കെ വരുന്ന ഇൻവിജിലേറ്റർ ആ കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നെങ്കിൽ നിന്ന്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചില്ല, ഞാൻ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു രാവിലെ. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പിന്നെ ഞാൻ കരുതി എങ്ങാനും പിന്നെ എനിക്ക് ആ കളറ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് മനസ്സിനത് വിഷമമാകും. അതുകൊണ്ട് ഞാനത് പ്രാർത്ഥിക്കാതെ മനസ്സിൽ ആഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിച്ച ഒന്നെങ്കിൽ നീല അല്ലെങ്കിൽ ഗ്രേ, ഏതെങ്കിലും ഒരു കളറെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ എക്സാം ഹാളിൽ പോയപ്പം എനിക്ക് വന്ന ഇൻവിജിലേറ്റർ ഇട്ടത് 2 കളറുണ്ട്. നീല കളറിലെ ഷർട്ടും ഗ്രേ കളറിലെ പാൻറ്റും ആയിരുന്നിട്ട് 2 കളറും കിട്ടി. അങ്ങനെ എനിക്ക് അതും വലിയ സന്തോഷമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ വാട്സപ്പിലെല്ലാം തന്നെ ഇതിൻ്റെ സാക്ഷ്യം, ഡെയിലി ബ്രെഡ്, ധ്യാനം അതെല്ലാം ഞാനിങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. എല്ലാവർക്കും സ്റ്റാറ്റസ് ഇടും, അല്ലാതെ എല്ലാവർക്കും പേഴ്സണലിയും ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഓർത്തഡോക്സ് ആണ്, അതുകൊണ്ട് നമുക്ക് കുർബാന ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഞാൻ ഓൺലൈനിൽ ദിവസേന കുർബാന, നമ്മുടെ ലാറ്റിൻ ഹോളി മാസ് ഞാൻ ദിവസേന കാണാറുണ്ട്. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പേഴ്സണലി ചെയ്യുമായിരുന്നു, ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും, ഞങ്ങൾ 2 പേരും ഇങ്ങനെ അവൾ അവളുടെ ഇതായിട്ട് ഞാൻ എൻ്റെ ഇതായിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ കരുതി നമ്മൾ അങ്ങനെ ചെയ്യാതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ ചെയ്താലോ എന്ന് തോന്നി. അങ്ങനെ തോന്നാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇപ്പം നമ്മൾ തന്നെത്താനെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം, നമുക്കങ്ങനെ വലിയ ഫണ്ടൊന്നും കാണത്തില്ല, ചെറിയ ഫണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെറുതായിരിക്കും. ഗ്രൂപ്പ് ആകുമ്പം നമുക്ക് കിട്ടുന്ന ഫണ്ട് നമുക്ക് പിരിച്ചു ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഫണ്ട് കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തനങ്ങളും കുറച്ചും കൂടെ മികച്ചതാക്കി നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ഈ സൊസൈറ്റിയിൽ എല്ലാവർക്കും ഈ ഒരു കാരുണ്യ പ്രവൃത്തി, മറ്റുള്ളവരെ കരുതുക, കൂടെ ഉള്ളതിനെ കരുതുക എന്നുള്ളൊരു ക്യാരക്ടർ മിക്കവാർക്കും ആൾക്കാർ കാണിക്കുക. എല്ലാവരും ഇന്നത്തെ കാലത്ത് സെൽഫിഷാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ അവരും ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവരും അറിഞ്ഞോ അറിയാതെ ഇതിൻ്റെ ഒരു ഭാഗമാകുന്നു. അപ്പോൾ ഇവർക്കും അങ്ങനത്തെ ഒരു ഹാബിറ്റ്, അങ്ങനത്തെ ഒരു ശീലം അവർക്കും ഉണ്ടാകും, ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ തോന്നുക. ഈ ഒരു ഉദ്ദേശത്തോടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ തൊട്ടാണ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അതിന് ശേഷം നമ്മൾ മാവേലിക്കര പുതിയകാവിലൊരു ഓർഫണേജിൽ ഒരു നേരത്തെ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തു. പിന്നെ ഒരു വ്യക്തിക്ക് രോഗത്തിൻ്റെ അതായത് ഹോസ്പിറ്റലിലെ സഹായത്തിന്, മരുന്നിൻ്റെ സഹായത്തിനായിട്ട് ആവശ്യമായിട്ട് പൈസ കൊടുത്തു. പിന്നെ വേറെ ഇങ്ങനെ ആൾക്കാർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ നിലവിലിപ്പം ഒരു 10,000 രൂപ പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു കുട്ടിയുടെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ കുട്ടിക്ക് ആയുർവേദ നഴ്സിംഗ് പഠിക്കാൻ, ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചു പോയതാണ്, അമ്മയ്ക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ 10,000 രൂപ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് 2,000 ചിലവാനായിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തിയായി കഴിയുമ്പോൾ അതും നമ്മൾ കൊടുക്കും. പിന്നെ അതുപോലെ എനിക്ക് കുഞ്ഞുനാളിൽ മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എനിക്കതും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്.
ഞാൻ ഓർത്തഡോക്സ് ആണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്കങ്ങനെ കൊന്ത കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ മമ്മ കത്തോലിക്കാണ്. അപ്പം അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, മോനെ കൊന്ത എത്തിക്കണം. അപ്പം ഞാനില്ല, എനിക്ക് ആക്ച്വലി കൊന്ത എത്തിക്കണം എന്നൊന്നും അന്നില്ലായിരുന്നു. ഇപ്പം എത്തിക്കും കേട്ടോ, അന്ന് എനിക്കില്ല. അന്ന് ഞാൻ കുഞ്ഞ് ക്ലാസ്സിൽ പഠിക്കുകയാണ്. പിന്നെ എന്നാലും മമ്മ പറയുന്നത് കൊണ്ട് അങ്ങ് ജസ്റ്റ് അതിനു വേണ്ടി എത്തിക്കും. അതുമില്ല, ഒരുമാതിരി കോമ്പറ്റീഷൻ പോലെ, അതായത് ഫസ്റ്റ് അടിക്കണം, മമ്മ എത്തിക്കുന്നതിനെക്കാട്ടിലും മുമ്പിൽ എനിക്ക് എത്തിച്ച് തീർക്കണം, അങ്ങനെയൊക്കെ എത്തിക്കുന്നതല്ലാതെ ഒരു ഭക്തിയായിട്ട് എത്തിക്കുന്നതല്ല. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ എത്തിച്ചിട്ട് ഞാൻ രാത്രി കിടന്നുറങ്ങിയപ്പം, അന്ന് അമ്മച്ചിയുടെ റൂമിലാണ് കിടന്നുറങ്ങിയത്. അപ്പം അമ്മച്ചി ഇങ്ങനെ നോക്കിയപ്പം, സ്വപ്നം കാണുമൊന്നുമല്ല കേട്ടോ, നേരിട്ട് തന്നെ കാണുവാണേ. എൻ്റെ വിരലുകൾ ഇങ്ങനെ, നമുക്കറിയാം നമ്മൾ കൊന്ത എത്തിക്കുമ്പോൾ ഇങ്ങനെ ഇതാവത്തില്ല. അതേപോലെ ഞാൻ നല്ല ഉറക്കമാണ്, എന്നാൽ എൻ്റെ വിരലുകൾ ഇങ്ങനെ ആവുന്നുമുണ്ട്, എൻ്റെ ചുണ്ടും ഇങ്ങനെ അനങ്ങുന്നുമുണ്ട്. എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ നോക്കുമ്പം മാതാവും ഉണ്ണീശ്വരും കൂടെ വന്നിട്ട് എന്നെ ഇങ്ങനെ വാരി പൊതിയുന്നത് അമ്മച്ചി ഇങ്ങനെ കണ്ണിന് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു വേദിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അമ്മമാതാവും തിരുക്കുമാരനും തന്ന ഈ ഒരു അവസരത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 45-ാം വാക്യം. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബ്ലസ്സി മറിയം വർഗീസ് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. മകളുടെ ജീവിതത്തിൽ ബികോമിൽ 3-ാമത്തെ സെമ്മിലും 6-ാമത്തെ സെമ്മിലും 1-2 വിഷയങ്ങൾ പോവുകയും അത് 2-ാമത്തെ അറ്റംപ്റ്റിൽ അത് പാസ്സാവുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയാണ് ഈ മകൾക്ക് ആ വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിച്ചത്. മകൾ സാക്ഷ്യം പങ്കുവച്ചപ്പോൾ ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു, അത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അവിടുത്തെ അമ്മയുടെ അനുഗ്രഹത്താലാണ് ഈ വിജയം എനിക്ക് ലഭിച്ചതെന്ന്. അതുതന്നെയാണ് മകളുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിട്ട് ഇവൾക്ക് ഈ വിജയം ലഭിക്കുവാനായിട്ട് കാരണമായത് തന്നെ. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും ഉടമ്പടി വസ്തുക്കളോട് ചേർന്നുകൊണ്ടും അവളുടെ ജീവിതത്തെ അവൾ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിലേക്കാണ് വളർത്തിക്കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടും കാരണ പ്രവർത്തനങ്ങളായിട്ട് പറയുമ്പോൾ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് ഈ മകൾ ഗ്രൂപ്പ് തുടങ്ങുകയും അതോടൊപ്പം സഹായത്തിനുള്ള ഫണ്ട് കളക്ഷനൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ ഇനിയും മാറ്റണമേ എന്നും, അതുപോലെ തന്നെ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളാകാൻ നമ്മളെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.